ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെവാപ്സ് മലയാളം. ഒരു കസ്റ്റമർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു സ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു സ്ക്രീൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാവിഗേറ്ററിനകത്ത് അത് ആഡ് ചെയ്യണം, ആ സ്ക്രീനെ ആഡ് ചെയ്യണം. അപ്പോൾ അതിൽ സ്റ്റാർട്ട് ഡോട്ട് സ്ക്രീൻ, അതിൽ നെയിം കൊടുക്കണം. നെയിം കോട്ട്സിലാണ് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ കമ്പോണൻറ്റ്, കസ്റ്റമർ ഡീറ്റെയിൽസ്. ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ലിസ്റ്റിനകത്ത് ഈ ഓരോ ഐറ്റം, അതായത് ആ റെൻഡർ ഐറ്റം, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ അലേർട്ട് കാണിക്കുന്നത്. അപ്പം നമ്മൾ ആ ക്ലിക്ക് ചെയ്യുമ്പോൾ അലേർട്ടിന് വരും നമ്മളവിടെ നാവിഗേഷൻ ആഡ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. നമ്മളിവിടെയാണ് അലേർട്ട് കാണിക്കുന്നത്. അപ്പോൾ അലേർട്ടിനെ റിമൂവ് ചെയ്യുക. അടുത്തത് നമ്മൾ നാവിഗേഷൻ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ നാവിഗേഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് കോൺസ്റ്റ് നാവിഗേഷൻ ഈക്വൽ ടു യൂസ് നാവിഗേഷൻ. നമ്മളൊരു സ്ക്രീനിൽ അല്ലെങ്കിൽ ഒരു കമ്പോണൻറ്റിൽ ഒരു തവണ ഈ നാവിഗേഷൻ ക്രിയേറ്റ് ചെയ്താൽ മതി. ശേഷം നാവിഗേഷൻ ഡോട്ട് നാവിഗേറ്റ്, നമ്മൾ ഏത് സ്ക്രീനിലായിട്ടാണ് പോകേണ്ടത് ആ സ്ക്രീനിൻ്റെ പേര്. അപ്പം കസ്റ്റമർ ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുക, സേവ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ കസ്റ്റമർ ഡീറ്റെയിൽ പേജിലേക്ക് വരുന്നുണ്ട്. ഏതിൽ ക്ലിക്ക് ചെയ്താലും പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കൊരു ഐറ്റം വരുന്നുണ്ട്. ഈ ഐറ്റം കൂടെ നമ്മളിനി പാസ് ചെയ്യണം. അതായത് ഇവിടെ ഓരോ ഐറ്റം ഉണ്ട്. ഓരോ ഐറ്റത്തിലും ഏജ് ഉണ്ട്, ഐ ഡി ഉണ്ട്, ഇമേജ് ഉണ്ട്, നെയിമുണ്ട്, ഫോണുണ്ട്. അപ്പോൾ ഐറ്റത്തെ പാസ് ചെയ്യണമെങ്കിൽ കോമ ഇടുക, ഐറ്റം എന്നും കൊടുക്കുക. കേളി ബ്രാക്കറ്റിൽ കൊടുക്കുക. ഇനി നമ്മൾ കസ്റ്റമർ ഡീറ്റെയിലിൽ വന്നിട്ട് നമുക്ക് ആദ്യം നാവിഗേഷൻ വേണം. അതിന് കോൺസ്റ്റ് നാവിഗേഷൻ ഈക്വൽ ടു യൂസ് നാവിഗേഷൻ. അതേപോലെ തന്നെ നമുക്ക് ആ ഐറ്റം എടുക്കണം. അപ്പോൾ അതിന് ആദ്യം കോൺസ്റ്റ് റൗട്ട് ഈക്വൽ ടു യൂസ് റൗട്ട് എന്ന് പറയുന്ന ഹുക്ക് വിളിക്കുക. ശേഷം കോൺസ്റ്റ് ഐറ്റം ഈക്വൽ ടു റൗട്ട് ഡോട്ട് പാരാമീറ്റേഴ്സ്. ഈ ഐറ്റം ഇവിടെ വരുന്നുണ്ടോ നമുക്കൊന്ന് കൺസോൾ ചെയ്ത് നോക്കാം. പിന്നെ കൺസോൾ ഡോട്ട് ലോഗ് ഐറ്റം ഇനി ഈ ഐറ്റം വരുന്നുണ്ടോ നോക്കാം. ജോൺ ഡോയിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഈ ഐറ്റത്തിൻ്റെ കൂടെ ഐറ്റം ഇൻ ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുക. അപ്പോൾ ഐറ്റം ഇൻ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ആളെ ക്ലിക്ക് ചെയ്യാണ്, അതും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ UI ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം.
അതിനാദ്യം ഒരു സേഫ് ഏരിയ വ്യൂ റിയാക്ട് നേറ്റീവ് ഇമ്പോർട്ട് ചെയ്ത് അതിനൊരു സ്റ്റൈൽ കൊടുക്കാം. സ്റ്റൈൽ ഈക്വൽ ടു ഫ്ലെക്സ് 1 കൊടുക്കാം. അതിലൊരു വ്യൂ കൊടുക്കാം. അതിനകത്തൊരു ഇമേജ് ഇമേജിന് നമ്മൾ സോഴ്സ് കൊടുക്കണം. സോഴ്സ് ഈക്വൽ ടു URI item dot image. ഒരു സ്റ്റൈൽ കൊടുക്കണം. സ്റ്റൈൽസ് ഡോട്ട് img എന്ന് കൊടുക്കാം. വിഡ്ത്ത് ഒരു 90%, ഹൈറ്റ് ഒരു 60%. ഇമേജ് കമ്പോണൻറ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. അലൈൻ സെൽഫ് സെൻറ്റർ കൊടുക്കാം. ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൂടെ കൊടുത്ത് നോക്കാം. ബ്ലാക്ക് കൊടുക്കാം. ഇപ്പം നമ്മുടെ ആ കണ്ടെയ്നർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമേജിനും സ്റ്റൈൽ കൊടുക്കാം. IMG എന്നാണ് സ്റ്റൈൽ വന്നേക്കുന്നത്, അതുകൊണ്ടാണ് അത് കാണാൻ. അതിന് അലൈൻ സെൽഫ് സെൻറ്റർ കൊടുക്കാം. ഒരു മാർജിൻ ടോപ്പ് ഒരു ടൈറ്റ് കൊടുക്കാം. ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് കുറച്ച് കുറയ്ക്കാം. ഇപ്പം നമ്മുടെ ഇമേജ് വന്നിട്ടുണ്ട്. ഇനി ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇവിടെ കാണിക്കുന്നത് ഐറ്റം ഡോട്ട് നെയിം, ആ കസ്റ്റമറിൻ്റെ നെയിം. ടെക്സ്റ്റിന് നമ്മളൊരു സ്റ്റൈൽ അപ്ലൈ ചെയ്യണം. കളറ് ബ്ലാക്ക്.
ഫോണ്ട് സൈസ് ഫോണ്ട് വെയിറ്റ് ബോൾഡ് കൊടുക്കും. ഫോണ്ട് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ മാർജിൻ ഹൊറിസോണ്ടൽ 15. ഇയാളുടെ ഏജ് ഉണ്ട്. അതുപോലെ ഫോണുണ്ട്. ഫോൺ ഇപ്പോൾ ഈ മാർജിൻ ടോപ്പ് കൊടുത്തേക്കുന്നത് നമ്മൾ എല്ലാ ടെക്സ്റ്റിനും സെയിം സ്റ്റൈല് വരുന്നതുകൊണ്ടാണ്. നമുക്കത് നെയിമിന് മാത്രം കൊടുത്ത് നോക്കാം. പിന്നെ നമുക്കത് ഇൻലൈനായിട്ട് എഴുതാം. അപ്പോൾ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ബാക്ക് വരുന്നു, വേറൊരു യൂസറെ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നാവിഗേഷൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റാക്ക് നാവിഗേഷൻ. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ നമ്മളൊരു ആക്ഷനിൽ ഒരു കമ്പോണൻറ്റിൽ നിന്നും മറ്റൊരു കമ്പോണൻറ്റിലേക്ക് നാവിഗേറ്റ് ചെയ്തു പോകുന്നു. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നാവിഗേഷൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് ഡാറ്റാസ് കൂടെ പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ do like and subscribe for more videos.